നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ലൈംഗികാരോപണ പരാതി, അതിന്റെ ഭാഗമായിട്ട് പുറത്തു വന്നിട്ടുള്ള ശബ്ദ സന്ദേശം. ഏകദേശം 3 മാസത്തോളമായിട്ട് ചർച്ച ചെയ്തിട്ടുള്ള അതേ വിഷയം ഇപ്പോൾ വീണ്ടും തലപൊക്കിയിരിക്കുകയാണ്. വലിയ രീതിയിൽ പാർട്ടിക്ക് വേണ്ടി, സസ്പെൻഷനിലാണെങ്കിൽ പോലും പാർട്ടിക്ക് വേണ്ടി തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിറങ്ങിയ രാഹുൽ മാങ്കൂട്ടത്തിനെ തകർക്കാൻ വേണ്ടിയുള്ള CPM സഖാക്കന്മാരുടെ ഗൂഢതന്ത്രമാണ് ഇത് എന്ന തരത്തിൽ ഒരു അഭിപ്രായം ഉയരുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു വിഷയം ഉണ്ടാകുമ്പോൾ CPMലേക്ക് തന്നെ എല്ലാവരും ഉറ്റുനോക്കുന്നത് എന്നുള്ള ചോദ്യത്തിന്റെ പ്രസക്തി ഇവിടെയാണ്. അതായത് നമുക്കറിയാം, ഈ ഒരു വിവാദം 3 മാസങ്ങൾക്ക് മുമ്പുണ്ടായ വിവാദം അത് കോടതി നടപടികളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ ശിക്ഷിക്കപ്പെടും. തെറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ നിരപരാധിത്വം കേസ് കോടതിയിലെത്തുമ്പോൾ തെളിയിക്കപ്പെടും. അതുവരെ കാത്തു നിൽക്കുന്നതിന് മുമ്പ് തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനിടയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ പീഡന ആരോപണ പരാതിയുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ പാർട്ടിയെ അടക്കം പ്രതിരോധത്തിലാക്കിക്കൊണ്ട് പുറത്തുവരുന്നത്. ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് CPM തന്നെയാണ് എന്നുള്ളതാണ് പൊതുജനങ്ങളുടെ പ്രധാനപ്പെട്ട അഭിപ്രായം. അതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത്, ചെയ്തു വെച്ചിട്ടുള്ള പ്രശ്നങ്ങൾ, അഴിമതികൾ, അതിനെയൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ജനങ്ങൾ വോട്ട് ചെയ്യുകയാണെങ്കിൽ കിട്ടുന്ന വോട്ടിന്റെ പകുതി പോലും ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ കിട്ടില്ല എന്നുള്ളൊരു ബോധ്യം CPM-നുണ്ടാകും. പിന്നീട് ഭരണമികവ് ചൂണ്ടിക്കാണിക്കാനില്ല, മറ്റു എന്തെങ്കിലും വിവാദങ്ങൾ ചൂണ്ടിക്കാണിക്കാനില്ല. ആകെയുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ഈ ഒരു പീഡന പരാതിയാണ്. ഇത് ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാൽ രണ്ടുണ്ട് CPM-ന്റെ പ്രധാനപ്പെട്ട ഒരു ഉപകാരമാകുന്ന കാര്യമെന്ന് പറയുന്നത്. അത് ഒന്നാമത്തേത്, വോട്ടെടുപ്പിൽ കോൺഗ്രസിനെ തകർക്കാനുള്ള ഒരു ആയുധമായിട്ട് ഇത് ഉപയോഗിക്കാം. രണ്ടാമത്തേത്, CPM-ന് തിരിച്ചടിയായി മാറാവുന്ന ഒരു വിഷയമാണ് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള. നിരവധി CPM സഖാക്കന്മാർ ദേവസ്വം ബോർഡിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ നടന്നിട്ടുള്ള സ്വർണ്ണക്കൊള്ള അത് നിസാരമായിട്ടുള്ളൊരു വിഷയമല്ല. ഭക്തജനങ്ങളെയും ദൈവത്തെയും ഒരേപോലെ വഞ്ചിച്ചുകൊണ്ട് ആടിനെ പട്ടിയാക്കുന്ന തരത്തിലുള്ള നടപടിയാണ് ശബരിമലയിൽ നടന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ അയ്യപ്പന്റെ മുന്നിലുള്ള സ്വർണം കട്ട സംഭവത്തിൽ CPM-ന് തിരിച്ചടിയാകുന്നു. SIT ശക്തമായിട്ടുള്ള നിലപാടുകൾ എടുക്കുമ്പോൾ അത് തിരിച്ചടിയാകുമെന്നുള്ള ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആളിക്കത്തുന്ന അയ്യപ്പന്റെ സ്വർണ്ണ വിവാദം അത് തണുപ്പിക്കണമെങ്കിൽ അതിനെ ഓവർലാപ്പ് ചെയ്യാൻ വേണ്ടി മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം മാധ്യമങ്ങളിലൂടെ വരേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു വിഷയത്തിന് വേണ്ടി കാത്തിരിക്കുന്നതിനിടെയാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇത്തരത്തിലൊരു സ്ത്രീ അല്ലെങ്കിൽ പരാതി നൽകിയിട്ടുള്ള പെൺകുട്ടിയുമായിട്ട് നടത്തിയിട്ടുള്ള ശബ്ദ സന്ദേശം പുറത്തു വരുന്നത്. അപ്പോൾ ആഗോള അയ്യപ്പ സംഗമമൊക്കെ നടത്തി വിശ്വാസികൾക്കൊപ്പമാണ് ഞങ്ങൾ, വിശ്വാസത്തെ സംരക്ഷിക്കുന്നവരാണ് ഞങ്ങൾ എന്നൊക്കെ പറഞ്ഞ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അടക്കം വാഗ്ദാനങ്ങൾ അല്ലെങ്കിൽ അവകാശവാദം താറുമാറായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഈ സ്വർണ്ണപ്പാളി വിവാദം എത്തുകയാണ്. അപ്പോൾ ഇതിനിടയിൽ പറയാനുള്ള കാര്യമെന്ന് പറയുന്നത്, ഈ ശബരിമല വിവാദം മായ്ച്ചു കളയാൻ വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിനെ കരുവാക്കിയിരിക്കുകയാണ് സഖാക്കന്മാർ എന്നുള്ളതാണ്. പക്ഷേ അത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ കരുവാക്കാൻ ശ്രമിച്ചെങ്കിൽ പോലും അതിന് കൃത്യമായിട്ടുള്ള മറുപടി, ഒരു തരത്തിലും വോട്ടെടുപ്പിൽ ഇത് ബാധിക്കാത്ത തരത്തിൽ ഡീൽ ചെയ്യാൻ രാഹുൽ മാങ്കൂട്ടത്തിനെ കൊണ്ട് സാധിച്ചു എന്നുള്ളതാണ്. 3 മാസങ്ങൾക്ക് മുമ്പേ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള അതേ ആരോപണങ്ങൾ, അതേ വ്യൂ പോയിന്റുകൾ അത് തന്നെ ആവർത്തിക്കുന്നത് കൊണ്ട് മാധ്യമങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതിൽ ചോദിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ അദ്ദേഹത്തിന്റെ നിലപാട് പറയുന്നത് വ്യക്തമാണ്. നീതിന്യായ വ്യവസ്ഥയെ, കോടതിയെ, അവിടെ ഞാൻ എൻ്റെ നിരപരാധിത്വം തെളിയിക്കും. അതുവരെ മറിച്ചും തിരിച്ചും ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അർത്ഥമില്ല. മാധ്യമങ്ങൾക്ക് തൻ്റെ അനുവാദം പോലുമില്ലാതെ തൻ്റെ ശബ്ദമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഫോട്ടോ അടക്കം വച്ചുകൊണ്ട് ഈ വീഡിയോയും ഓഡിയോയും ഒക്കെ പ്രചരിപ്പിക്കുന്നതല്ലാതെ ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് എന്നതിനെക്കുറിച്ച് യാതൊരു ധാരണയുമില്ല. അതുകൊണ്ട് ഇത് ഞാൻ കോടതിയിൽ തെളിയിക്കുമെന്നുള്ള ശക്തമായിട്ടുള്ള പ്രതികരണം രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തി കഴിഞ്ഞു. അങ്ങനെ ഒരു രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു പ്രതികരണത്തിലൂടെ അവസാനിക്കുന്നതല്ല. എന്തിനാണ് ഈ ഒരു വിവാദം ഇപ്പോൾ പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നത് എന്നതിന്റെ കൃത്യമായിട്ടുള്ള ചിത്രം കൂടെ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ നൽകുകയാണ്. അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എടുത്തു നോക്കിയാൽ നമുക്കത് മനസ്സിലാകും. അതായത് താൻ ഒരു യുവതിക്കെതിരെ ലൈംഗികാരോപണം അല്ലെങ്കിൽ ഒരു യുവതിയെ ഗർഭചിത്രത്തിന് നിർബന്ധിച്ചു എന്നുള്ള തരത്തിലൊരു പരാതി ഉയരുമ്പോൾ അല്ലെങ്കിൽ ആരോപണം ഉയരുമ്പോൾ നിയമവശമായിട്ട് തനിക്കെതിരെ ഒരു പരാതി പോലും നൽകാത്തൊരു വിഷയത്തിൽ ഇത്തരത്തിലൊരു വിവാദമുണ്ടാകുമ്പോൾ
അതേ സമയത്ത് വിവാദമാകേണ്ടുന്ന ഒരു വിഷയം മുങ്ങിപ്പോകുന്നുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കുന്ന തരത്തിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റുകളുള്ളത്. അതായത് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള അത്തരത്തിൽ മുക്കാനുള്ള ഒരു കേസല്ല എന്നും അത് ജനങ്ങൾ കൃത്യമായിട്ട് വിലയിരുത്തണമെന്നും വ്യക്തമാക്കിക്കൊണ്ട് ഒരു പോസ്റ്റ് പങ്കുവച്ചിരിക്കുകയാണ് രാഹുൽ മങ്കൂട്ടം. രാഹുൽ മങ്കൂട്ടത്തിന്റെ പോസ്റ്റിൽ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്: അയ്യപ്പന്റെ പൊന്നുകെട്ട കേസിൽ SIT അറസ്റ്റ് ചെയ്ത പത്മകുമാറിനെതിരെ CPIM നടപടിയെടുത്തിട്ടുണ്ടോ എന്നതാണ് ചോദ്യം. എടുത്തിട്ടില്ല. നടപടിയെടുക്കാത്തതിന്റെ കാരണം അയ്യപ്പന്റെ പൊന്നുകട്ടത് പത്മകുമാർ ഒറ്റയ്ക്കല്ല. പത്മകുമാറിനെതിരെ നടപടിയെടുത്താൽ പത്മകുമാറിന്റെ നാവ് പൊങ്ങും. ആ നാവ് അനങ്ങിക്കഴിഞ്ഞാൽ പത്മകുമാർ പാർട്ടിയിലെ ദൈവതുല്യന്റെ പേര് പറയും. പത്മകുമാറിന്റെ ദൈവം ആരാണെന്നും ദൈവഗണങ്ങൾ ആരൊക്കെയാണെന്നും പത്തനംതിട്ടക്കാർക്ക് നന്നായിട്ട് അറിയാം. പത്മകുമാറിൽ നിന്ന് ദേവസ്വം മന്ത്രിയുടെയോ മുൻ മന്ത്രിയുടെയോ പേര് SITക്ക് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ CPIM പത്മകുമാറിന് എതിരെ നടപടിയെടുക്കുകയുള്ളൂ. പത്മകുമാറിനെ SIT അറസ്റ്റ് ചെയ്തതിന്റെ ക്രെഡിറ്റ് മുഖ്യമന്ത്രിക്ക് കൊടുക്കാൻ വിജയൻ സേന വല്ലാതെ കഷ്ടപ്പെടുന്നുണ്ട്. അല്ലയോ സേനാംഗങ്ങളെ, SIT ശ്രീ വിജയന്റെ നിയന്ത്രണത്തിലല്ല, ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിലാണുള്ളത്. അതിനാൽ SIT ആഗ്രഹിച്ചാലും ശ്രമിച്ചാലും പത്മകുമാറിന്റെ അറസ്റ്റ് ഒഴിവാക്കാൻ കഴിയില്ല. അല്ലെങ്കിൽ കടകംപള്ളിയോ വാസവനെയോ സഹായിക്കുന്ന SIT പത്മകുമാറിനെയും സഹായിക്കുമായിരുന്നു. അയ്യന്റെ പൊന്നു കട്ടവർക്ക് ജനം മാപ്പ് തരില്ല, സ്വാമി ശരണം എന്നുള്ളതാണ് രാഹുൽ മങ്കൂട്ടത്തിൽ കുറിച്ചിരിക്കുന്നത്. എന്തായാലും ഇത്തരത്തിലുള്ള ഒരു വിഷയം ഇവിടെ വിവാദമാകേണ്ടതുണ്ട്. പക്ഷെ അതിന് പകരം വിവാദമായിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് തനിക്കെതിരെ ഒരു സ്ത്രീ നൽകിയിട്ടുള്ള ഒരു ആരോപണം എന്നുള്ളതാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് രാഹുൽ മങ്കൂട്ടം പ്രതികരിക്കുന്നത്. എന്തായാലും ഒരു വശത്ത് ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ഭാഗമായിട്ട് വിശ്വാസികൾക്ക് കൊടുത്ത ഉറപ്പ്, അതിൽ ഉറച്ചു നിൽക്കാൻ പറ്റാത്ത CPMന്റെ നിലപാട്, ഈ അയ്യപ്പന്റെ സ്വർണം കട്ടവരുടെ കൂട്ടത്തിൽ CPMകാർ മാത്രമാണ് എന്ന തരത്തിലുള്ള വാദങ്ങൾ അതൊക്കെ ശക്തമാകുമ്പോൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ചർച്ചയാകുന്ന വിഷയം എന്ന് പറയുന്നത് ഈ പറയുന്ന രാഹുൽ മങ്കൂട്ടത്തിന്റെ വിഷയമാണ്, ലൈംഗികാരോപണമാണ്. കഴിഞ്ഞ ദിവസമാണ് രാഹുൽ മങ്കൂട്ടത്തിന്റെ ഈ ഒരു കേസിൽ നിർണായകമായിട്ടുള്ള ഒരു നിലപാട് അറിയിച്ചുകൊണ്ട് സുധാകരൻ അടക്കം രംഗത്തെത്തുന്നത്. അതായത് നിലവിൽ ഈ പറയുന്നത് പോലെ ഇതൊരു വിവാദ വിഷയമാക്കേണ്ടതില്ല, സംസാരിക്കേണ്ടുന്ന വിഷയം എന്ന് പറയുന്നത് ശബരിമല കൊള്ളയും നാടിന്റെ വികസനവും ഒക്കെയാണ്, തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലഘട്ടമാണ് എന്നതൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞുകൊണ്ടാണ് സുധാകരൻ കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയത്. ലൈംഗികാരോപണത്തിൽ സസ്പെൻഷനിലായ രാഹുൽ മങ്കൂട്ടത്തിലിനെ അനുകൂലിച്ച് KPCC മുൻ അധ്യക്ഷൻ കെ സുധാകരൻ രംഗത്തെത്തിയിരുന്നു. ഇതിനുശേഷം സുധാകരനെ തള്ളി മുരളീധരൻ രംഗത്തെത്തി. രാഹുൽ മങ്കൂട്ടത്തിൽ നിലവിൽ സസ്പെൻഷനിലാണ്. നേതാക്കളോടൊപ്പം വേദി പങ്കിടാൻ രാഹുലിന് അനുമതിയില്ല എന്നാണ് മുരളീധരൻ ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നത്. പാർട്ടിക്ക് കൂടുതൽ നടപടി ഇപ്പോൾ സ്വീകരിക്കാൻ കഴിയില്ല. പെൺകുട്ടി ധൈര്യമായി മുന്നോട്ട് വരട്ടെ. നിലവിൽ ചാനലിലെ ശബ്ദം മാത്രമേ ഉള്ളൂ. പെൺകുട്ടി മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ പൊതുസമൂഹം പിന്തുണ നൽകും എന്നും അദ്ദേഹം പറഞ്ഞു. ഓരോ പ്രദേശത്തും ആരൊക്കെ പ്രചാരണത്തിനിറങ്ങണമെന്ന് അവിടുത്തെ സ്ഥാനാർത്ഥികളാണ് തീരുമാനിക്കുന്നത്. സുധാകരന്റെ അനുകൂല പരാമർശത്തിൽ പാർട്ടി അന്വേഷണം നടത്തുകയാണ് എന്ന് മുരളീധരനെതിരെ പ്രതികരിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തന്ത്രികൾ കുറ്റക്കാരാണെന്ന് കരുതുന്നില്ല എന്നും തന്ത്രിമാരെ ചാരി യഥാർത്ഥ പ്രതികൾ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ട് എന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണച്ച് സുധാകരൻ രംഗത്തെത്തുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയെ പിന്തുണച്ച് കഴിഞ്ഞ ദിവസമാണ് KPCC പ്രസിഡന്റും മുൻ കോൺഗ്രസ് നേതാവുമായിട്ടുള്ള സുധാകരൻ പരാമർശം നടത്തിയിട്ടുള്ളത്. രാഹുൽ മാങ്കൂട്ടത്തിൽ സജീവമാകണമെന്ന് പറഞ്ഞ സുധാകരൻ രാഹുൽ നിരപരാധിയെന്നാണ് അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. രാഹുലിനെ അവിശ്വസിച്ചത് തെറ്റായി പോയി എന്നും രാഹുലിനായി താൻ വേദി പങ്കിടുമെന്നും സുധാകരൻ പറയുന്നു. രാഹുലിനെ പാർട്ടിയിൽ സജീവമാക്കണമെന്നുള്ള ആഗ്രഹമുണ്ട് എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. മുതിർന്ന കോൺഗ്രസ് നേതാവ് സുധാകരന്റെ പിന്തുണയിൽ പ്രതികരണവുമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ പിന്നീട് രംഗത്തെത്തി. സുധാകരനും KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയും VD സതീശനും സണ്ണി ജോസഫും എല്ലാം തന്റെ നേതാക്കൾ തന്നെയാണ് എന്ന് വ്യക്തമായിട്ടുള്ള ബോധ്യം അദ്ദേഹത്തിനുണ്ട് എന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറയുന്നു. ഈ നേതാക്കന്മാർ പറയുന്ന എല്ലാ അഭിപ്രായങ്ങളോടും താൻ യോജിക്കുന്നുണ്ട്. അവർ പറയുന്ന എല്ലാ കാര്യങ്ങളും കേൾക്കാൻ താൻ ബാധ്യസ്ഥനാണ് എന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതികരിച്ചു. നേതാക്കൾ പറഞ്ഞ കാര്യം ഞാൻ അനുസരിക്കുന്നുണ്ട്. സസ്പെൻഷനിലായ ആൾ പാർട്ടി പരിപാടികളിൽ പങ്കെടുക്കരുതെന്ന് നേതാക്കൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പങ്കെടുത്തത് പാർട്ടി പരിപാടികളിലല്ല, എനിക്ക് വേണ്ടി അധ്വാനിച്ചവർക്ക് വേണ്ടിയാണ് പ്രചാരണം നടത്തുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു. സ്ഥലം MLA എന്ന നിലയിൽ അവർ അത് ആവശ്യപ്പെടുമ്പോൾ നിറവേറ്റേണ്ടുന്ന ബാധ്യത എനിക്കുണ്ട് എന്നാണ് രാഹുലിന്റെ പ്രതികരണം.
എന്തായാലും ഏതെങ്കിലും പദവി കിട്ടിയിട്ട് വീട് കയറി തുടങ്ങിയതല്ല താനേ എന്നും എനിക്ക് വോട്ടില്ലാത്ത കാലത്തും വീട് കയറി തുടങ്ങിയ പ്രചാരണം നടത്തിയ ആളാണ് താനെന്നും അദ്ദേഹം പറഞ്ഞു. തനിക്ക് 2 കാലം കുത്തി നടക്കാൻ കഴിയുന്നിടത്തോളം കാലം ഏത് പദവി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും വീട് കയറി വോട്ട് ചോദിക്കുന്ന രീതി താൻ തുടരുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. സസ്പെൻഷൻ കാലത്ത് പാലിക്കേണ്ടുന്ന അച്ചടക്കത്തെക്കുറിച്ച് നല്ല ബോധ്യമുണ്ട്, അതിനനുസരിച്ച് മാത്രമാണ് താൻ പ്രവർത്തിക്കുന്നതെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട ആളെന്നായിരുന്നു AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഈ വിഷയത്തിൽ പ്രതികരിച്ചത്. പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തിയതാണ്. ആരോപണം വന്നപ്പോൾ തന്നെ കർശന നടപടിയെടുത്തു. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ പാലക്കാട്ടെ നേതൃത്വമാണ് മറുപടി പറയേണ്ടതെന്നാണ് അദ്ദേഹം പറയുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസ് വേദിയിൽ ഉണ്ടാകില്ലെന്നാണ് K മുരളീധരൻ പ്രതികരിച്ചത്. തന്നെ വിജയിപ്പിച്ചവർക്ക് വേണ്ടി രാഹുൽ പ്രചാരണം നടത്തുന്നുണ്ട് എന്നും K മുരളീധരൻ അഭിപ്രായപ്പെട്ടു. എത്ര നെഗറ്റീവ് വന്നാലും അദ്ദേഹം പാർട്ടിക്ക് പുറത്താണ്. അദ്ദേഹത്തിന് വോട്ട് ചെയ്തവർ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ പ്രചാരണം നടത്താൻ രാഹുലിന് സ്വാതന്ത്ര്യമുണ്ടല്ലോ എന്നും അത് ആ പ്രദേശത്ത് ആകുന്ന സാഹചര്യം ഗുണകരമാകുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ ഘടകങ്ങളാണ് തീരുമാനിക്കേണ്ടതെന്നും കോൺഗ്രസ് നേതാക്കൾ പങ്കെടുക്കുന്ന വേദിയിൽ അദ്ദേഹം പ്രവേശനമില്ല എന്നും ആണ് പറയുന്നത്. എന്തായാലും ഇത്തരത്തിൽ കാര്യങ്ങൾ പോകുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് സൈബർ ഇടങ്ങളിൽ വലിയ ആക്ഷേപങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് വരുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളെ മോശമായിട്ട് ചിത്രീകരിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങളൊക്കെ നടത്തുന്നു. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു കഴിഞ്ഞ ദിവസം PP ദിവ്യ നടത്തിയിട്ടുള്ള പ്രതികരണം. അതായത് നടിയായിട്ടുള്ള സീമാജി നായരും അതുപോലെ തന്നെ അനുശ്രീയും എല്ലാം രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം നിൽക്കുന്നത് പോലും വളരെ മോശമായിട്ടുള്ള രീതിയാണെന്നും ഗോവിന്ദച്ചാമി പോലെയുള്ള ആളുകളെ വളർത്തിയെടുക്കുന്നത് ഇത്തരത്തിലുള്ള സ്ത്രീ രത്നങ്ങളാണ് എന്നുള്ള പരാമർശങ്ങളൊക്കെയാണ് കഴിഞ്ഞ ദിവസം നടത്തിയത്. പക്ഷേ ഇത്തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ പോലും ഈ വിഷയമല്ല ഇപ്പോൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്യപ്പെടേണ്ടുന്നത്. കേരളത്തിൽ ജനങ്ങളെയും ഭക്തരെയും ഒക്കെ ഒരേപോലെ പൊട്ടന്മാരാക്കിക്കൊണ്ട് കോടികൾ നഷ്ടപ്പെടുത്തി അല്ലെങ്കിൽ കോടികൾ സമ്പാദിച്ച ഒരു സ്വർണ്ണക്കൊള്ള, അത് വളരെ വലിയൊരു നിർണായകമായിട്ടുള്ള ഒരു കേസാണ്. ആ ഒരു കേസിലാണ് ഇപ്പോൾ പ്രധാനമായിട്ടും ജനങ്ങൾ ശ്രദ്ധ ചെലുത്തേണ്ടത് എന്ന് തന്നെയാണ് ഈ രാഷ്ട്രീയ കേരളത്തിൽ പ്രധാനമായിട്ടും ഉയരുന്ന അഭിപ്രായം.